आज हम 16वीं शताब्दी की एक कृष्ण भक्त कवयित्री मीराबाई के काव्य सौष्ठव का परिचय देखेंगे। मीराबाई के काव्य सौष्ठव का परिचय दीजिए। मीराबाईയുടെ കവിതയെ പരിചയപ്പെടുത്തുക। മീര ഗിരിധർ ഗോപാൽ की अनन्य उपासिका थी। गिरिधर गोपालिന്റെ പ്രത്യേക ആരാധികയായിരുന്നു മീര। उनके सभी पद कृष्ण भक्ति से संबंधित है। അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്യങ്ങളും കൃഷ്ണഭക്തിയുമായി ബന്ധപ്പെട്ടതാണ്। वे भगवान की भक्ति में तल्लीन रहा करती थी और उन्हीं की भाव लहरी में अनेक पद बना बनाकर गाया करती थी। അവൾ ദൈവഭക്തിയിലും അവളുടെ ഭാവങ്ങളിലും മുഴുകിയിരുന്നു, എന്നിട്ട് പാടുകയും നിരവധി വരികൾ രചിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു। मीरा ने अपने उपास्य देव गिरिधर गोपाल को पति रूप में माना। മീര തൻ്റെ ആരാധകനായ ഗിരിധർ ഗോപാലിനെ തൻ്റെ ഭർത്താവായി കണക്കാക്കി। ഭക്തി मीरा के काव्य की आत्मा है। मीरയുടെ കവിതയുടെ ആത്മാവാണ് ഭക്തി। राजस्थान की तपोभूमि में मीरा अपनी पदावली से जो भक्ति की गंगा बहाई, उसमें स्नान कर लाखों नर नारी अपने को धन्य समझते हैं। ദശലക്ഷക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും രാജനാഥൻ്റെ തപോഭൂമിയിൽ മീര തൻ്റെ വാക്യത്താൽ ചൊരിയുന്ന ഭക്തിയുടെ ഗംഗയിൽ കുളിക്കുന്നതിലൂടെ തങ്ങൾ അനുഗ്രഹീതരാണെന്ന് കരുതുന്നു। मीरा की भक्ति साधना में भक्ति की अपेक्षा प्रेम अधिक है, इसलिए वे प्रेम योगिनी मीरा के नाम से विख्यात हुई। മീരയുടെ ഭക്തി നിർഭരമായ അനുഷ്ഠാനത്തിൽ ഭക്തിയേക്കാൾ സ്നേഹമുണ്ട്, അതിനാൽ അവൾ പ്രേം യോഗിനി മീര എന്നറിയപ്പെട്ടു। ബസോ മേരെ നയനൻ മേ നന്ദലാൽ, മോഹനി മൂർത്തി सावरी, सूरती नैना बने बिसाल। कृष्ण की मोहित करने वाली मूर्ति पर आकृष्ट मीराबाई के अनुसार भगवान भक्त वत्सल और संतों को सुख देने वाले हैं। കൃഷ്ണൻ്റെ ആകർഷകമായ വിഗ്രഹത്തിൽ ആകൃഷ്ടയായ മീരാബായി പറയുന്നതനുസരിച്ച് ഭഗവാൻ ഭക്തവത്സലനും സന്യാസിമാർക്ക് സന്തോഷം നൽകുന്നവനുമാണ്। जीवन का लक्ष्य स्थिर करने में विवेकपूर्ण निश्चय लेना भक्त और साधक का सर्वप्रथम कर्तव्य है। ജീവിത ലക്ഷ്യം നിശ്ചയിക്കുന്നതിൽ വിവേകപൂർണമായ ദൃഢനിശ്ചയം കൈക്കൊള്ളുക എന്നത് ഭക്തൻ്റെയും അന്വേഷകൻ്റെയും പ്രഥമ കർത്തവ്യമാണ്। राजकुल में जन्मी मीरा ने राजकीय सुख भोग और कुल मर्यादा को भी त्याग कर भक्ति पथ को स्वीकार किया। രാജ്കുലിൽ ജനിച്ച മീര രാജകീയ സുഖങ്ങളും കുടുംബ മഹത്വവും ഉപേക്ഷിച്ച് ഭക്തിയുടെ പാത സ്വീകരിച്ചു। दूसरे पद में मीरा दृढ़ता पूर्वक कहती है कि मेरे तो गिरिधर गोपाल के अलावा दूसरे कोई नहीं है। എനിക്ക് ഗിരിധർ ഗോപാൽ അല്ലാതെ മറ്റാരുമില്ല എന്ന് മീര രണ്ടാമത്തെ വാക്യത്തിൽ ഉറച്ചു പറയുന്നു। उस गिरिधर के लिए मैंने अपना सर्वस्व त्याग दिया है। ആ സഭയ്ക്കു വേണ്ടി ഞാൻ എല്ലാം ഉപേക്ഷിച്ചു। आंसुओं से सींच सींच कर मैंने प्रेम की बेल को बढ़ाया। സ്നേഹത്തിൻ്റെ മുന്തിരിവള്ളിയെ ഞാൻ കണ്ണീരുകൊണ്ട് നനച്ചു കളിയാക്കി। मीरा को अपने साधना पथ में बहुत कष्टों को भोगना पड़ा। സാധനയുടെ പാതയിൽ മീരയ്ക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു। परिवार वाले और बंधुजन भी उनके शत्रु हो गए। കുടുംബവും സുഹൃത്തുക്കളും അവളുടെ ശത്രുക്കളായി। वे कहती है कि पैरों में घुंघरू बांधकर मैं प्रियतम की दासी स्वयं बन गई। തൻ്റെ കാലിൽ ഒരു ഗുങ്കുരു കെട്ടി താൻ തന്നെ പ്രിയതമയുടെ ദാസിയായി മാറിയെന്ന് അവൾ പറയുന്നു। ലോക് കഹത്തെ ഹെ കി വഹ് കുൽ നാശിനി ഹെ, അവൾ ആകെ നശിക്കുന്നവളാണെന്ന് ആളുകൾ പറയുന്നു। റാണ ने विष का प्याला भेज दिया, जिसका पान हंसते हंसते उन्होंने किया। റാണ ഒരു കപ്പ് വിഷം അയച്ചു, അവൻ ചിരിച്ചുകൊണ്ട് കുടിച്ചു। मीरा के काव्य में हृदय पक्ष प्रधान और कला पक्ष गौण है। മീരയുടെ കവിതയിൽ ഹൃദയവശം പ്രബലവും കലാദ്വിതീയവുമാണ്। कारण है कि मीरा कवि से अधिक भक्ता थी। കാരണം മീര ഒരു കവി എന്നതിലുമധികം
ഒരു ഭക്തിയുള്ളവളായിരുന്നു. जो कविता में कला की खोज करते हैं उन्हें मीरा के पदों से निराशा ही होगी. കവിതയിൽ കല തിരയുന്നവർ മീരയുടെ പോസ്റ്റുകൾ കണ്ട് നിരാശരാവും. लेकिन जो कविता का कला से परे हृदय की स्वाभाविक और सरस अनुभूतियों की सरलतम अभिव्यक्ति समझते हैं उन्हें मीरा के पदों में उच्चतम कोटि की कविता के दर्शन होंगे. എന്നാൽ കലയ്ക്കുമപ്പുറം ഹൃദയത്തിൻ്റെ സ്വാഭാവികവും രമണീയവുമായ വികാരങ്ങളുടെ ഏറ്റവും ലളിതമായ ആവിഷ്കാരമാണ് കവിതയെന്ന് കരുതുന്നവർ മീരയുടെ വരികളിൽ അത്യുന്നതമായ കാവ്യാത്മകത കാണും. गिरी श्रृंग से उतरने वाली निर्मल निझरणी के स्वच्छंद प्रवाह और कल कल शब्द में यदि कोई सौंदर्य है तो मीरा के पदों में हमें वही सौंदर्य मिलता है. കൊമ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന ശുദ്ധജലത്തിൻ്റെ സ്വതന്ത്രമായ ഒഴുക്കിനും നാളത്തെ വാക്കുകൾക്കും എന്തെങ്കിലും ഭംഗിയുണ്ടെങ്കിൽ മീരയുടെ വാക്കുകളിലും നാം അതേ സൗന്ദര്യം കണ്ടെത്തുന്നു. മീര കെ പദോ മേ സർവത്ര ഹി പ്രസാദ് ഗുൺ കി അധികത ഹെ. പോസ്റ്റുകളിൽ എല്ലായിടത്തും പ്രസാദ ഗുണത്തിൻ്റെ സമൃദ്ധിയുണ്ട്. ഉന്മേ സരളത സരസത ഓർ സുമധുരത പായി ഹെ. അവയിൽ ലാളിത്യവും ചൈതന്യവും മധുരവും കണ്ടെത്തി. ഉൻകെ അലങ്കാരോं की भी छटा निराली है. അവൻ്റെ ആഭരണങ്ങളുടെ നിഴലും അതുല്യമാണ്. उपमा उत्प्रेक्ष रूपक आदि अलंकारों का प्रयोग बड़े ही स्वाभाविक ढंग से हुआ है. ഉപമ രൂപകം അലങ്കാരങ്ങളുടെ ഉപയോഗം വളരെ സ്വാഭാവികമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. रूपक का एक सुंदर उदाहरण देखिए. അംശുവൻ ജൽ സിഞ്ച് സിഞ്ച് പ്രേം ബേൽ ബായി. രൂപകത്തിൻ്റെ മനോഹരമായ ഒരു ഉദാഹരണം കാണുക. अंशुवन जल सिंच सिंच प्रेम बेल बाई. मीरा की भाषा राजस्थानी मिश्रित व्रज है. राजस्थानी मिश्र व्रजയാണ് മീരയുടെ ഭാഷ. राजस्थानी गुजराती आदि भाषाओं के शब्दों का भी प्रयोग मीरा ने अपने पदों में प्रचुर मात्रा में किया है. രാജസ്ഥാനി ഗുജറാത്തി തുടങ്ങിയ ഭാഷകളിലെ വാക്കുകളും മീര തൻ്റെ പോസ്റ്റുകളിൽ धाराளമായി ഉപയോഗിച്ചിട്ടുണ്ട്. अपनी भावाभिव्यक्ति के लिए जिस प्रकार की भाषा का अपनाया था वह उनके अभिष्ट साधनार्थ पूर्ण सफल थी. തൻ്റെ ആവിഷ്കാരത്തിനായി അദ്ദേഹം സ്വീകരിച്ച ഭാഷയുടെ തരം അദ്ദേഹം ആഗ്രഹിച്ച മാർഗങ്ങളിൽ പൂർണ്ണമായും വിജയിച്ചു. मीरा का काव्य गीत शैली में है. उनके पदों में माधुर्य भावुकता और मार्मिकता भरी हुई है. മീരയുടെ കവിതകൾ ഗാനശൈലിയിലാണ്. അവളുടെ വരികൾ ഈണവും ഭാവുകത്വവും നിറഞ്ഞതാണ്.